സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. നിലമ്പൂർ കരുളായി നെടുങ്കയത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന്റെ 2 കുട്ടികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത പൂക്കോട്ടുംപാടം പോലീസ്. ഫെബ്രുവരി 9 6 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരൂർ കൽപ്പകഞ്ചേരി MSM സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷിന, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുധ എന്നിവരാണ് മരിച്ചത്. വിദ്യാർത്ഥിനികളുടെ മുങ്ങിമരണത്തിൽ ക്യാമ്പിലുണ്ടായിരുന്ന അധ്യാപകർക്കും ഉദ്യോഗസ്ഥനും വീഴ്ച വന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതിനാലാണ് അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയും പ്രതിയാക്കി കേസെടുത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 9 6 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷിന, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുധ എന്നിവരാണ് മരിച്ചിരുന്നത്. ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. 304A വകുപ്പ് പ്രകാരമാണ് അധ്യാപകരെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. തിരൂർ കൽപ്പകഞ്ചേരി MSM സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. കുട്ടികളെ ക്യാമ്പിലെത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും പൂക്കോട്ടുംപാടം SHO അനീഷ് പറഞ്ഞു. 2024 ഫെബ്രുവരി മാസം 9 തീയതി അന്ന് നെടുങ്കയം ഫോറസ്റ്റ് ഡിവിഷനിലെ മലപ്പുറം കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള 33 സ്കൗട്ട്സും 16 ഗൈഡ്സും ഉൾപ്പെടെയുള്ള 33 ഗൈഡ്സും 16 സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. അന്ന് വൈകുന്നേരം 5:30 അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഈ 49 കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ 6 മണിയോടെ 2 കുട്ടികൾ മുങ്ങി മരണപ്പെട്ട ഒരു സംഭവത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. അസ്വാഭാവിക മരണത്തിനാണെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന 3 അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനുള്ള സെക്ഷൻ ഫോളോ ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി. ഇവരുടെ ഭാഗത്ത് 3 അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യമുണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകരെ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷകർത്താക്കളും പറഞ്ഞയച്ചത്. അപ്പോൾ അവർ രക്ഷകർത്താക്ക ചുമതലയുള്ളവരാണ്, അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ്. ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കണം. കുട്ടികൾ നോക്കില്ല. അവരെല്ലാവരും 15 വയസ്സ് താഴെ പ്രായമുള്ളവരാണ്, കുട്ടികളാണ്. അവർക്ക് നല്ലത് ചീത്ത, ദോഷമെന്ത് നല്ലതെന്ത്, അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്ക് ആ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നീന്തൽ, പുഴയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂൾ പ്രകാരം ഇല്ല, പൂർണ്ണമായിട്ടും ഇല്ല. അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി. പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വനം വകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, നോ സ്വിമ്മിങ് അലൗഡ്. നോ സ്വിമ്മിങ് അലൗഡ് എന്ന് നമ്മൾ ആര് വായിച്ചാലും നമുക്കത് മനസ്സിലാവും, അത് സ്വിമ്മിങ് അവിടെ അനുവദിക്കുന്നില്ല. അതിന് കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടെ പുഴയിലെ അപകട മേഖലയാണ്, പുഴയിൽ ചിലപ്പോൾ മുങ്ങി മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു അപായ സൂചന കിട്ടിയിട്ടും ആ അപായ സൂചന പറ്റി തിരക്കുകയോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്, അവിടെ ഇറങ്ങാൻ പാടില്ലാത്തതാണോ, അവിടെ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുമോ, മുമ്പ് ആരെങ്കിലും ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനാ അവിടെ അന്നത്തെ അധ്യാപകർ തയ്യാറായില്ല. അതോടൊപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് അതിനെപ്പറ്റി ഇവർക്ക് മുൻകൂട്ടി വിവരം കൊടുക്കാൻ ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തയ്യാറായില്ല. 33 പെൺകുട്ടികളും 16 ആൺകുട്ടികളും ഒരേ സമയം 2 ഭാഗത്തായിട്ട് പുഴയിലിറങ്ങി കുളിച്ചു. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ 8 അധ്യാപകരും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമാണ് ഉണ്ടായിരുന്നത്. ഈ 33 പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന 3 അധ്യാപകർ. ഈ 3 അധ്യാപകരും നീന്തൽ വശമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഈ 33 പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പുഴയിൽ അപകടം ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ പ്രാപ്തരല്ല.
അപ്പോൾ അവരെ രക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ആകെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മാത്രമാണ്. ഇവരുടെ ഡ്രസ്സ് വളരെ കട്ടിയുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ യൂണിഫോം അവർ ധരിച്ചിരുന്നു. നീന്തലിന് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നേർത്ത വസ്ത്രങ്ങളായിരിക്കും നീന്തലിന് ധരിക്കുന്നത്. മറ്റ് കട്ടിയുള്ള വസ്ത്രങ്ങൾ, ശരീരം മുഴുകെ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമുണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ അവർ അനുവദിച്ചു. അതോടൊപ്പം ഈ പറയുന്ന അതല്ലെങ്കിൽ ഇവർക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാമായിരുന്നു. അതും ഈ കുട്ടികൾക്ക് നൽകി. പിന്നെ വന്ന കുട്ടികൾ ഭൂരിഭാഗം പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു. നീന്തൽ അറിയാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുമിച്ച് ഇവർ പുഴയിലിറങ്ങാൻ അനുവദിച്ചു. പിന്നെ നീന്തൽ ഈ മരിച്ച 2 കുട്ടികളിൽ ഒരാൾ നീന്തൽ അറിയാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ പുഴയിലെ അടിയൊഴുക്ക്. അപ്പോൾ നീന്തൽ അറിയാൻ വയ്യാത്ത കാര്യം പറയേണ്ടത്. അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രക്ഷകർത്തൃ ചുമതലയിൽ ഉള്ള അധ്യാപകർ, അവരുടെ കുട്ടികളുടെ സുരക്ഷാ ചുമതലയുള്ളവരാണ്. അവർക്ക് ഒരുപക്ഷെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്ത് ഈ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകട മേഖലയാണെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കേണ്ടതും ആ പറയുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ, ഷെഡ്യൂൾ പ്രകാരം ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അത് വേണ്ട എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ടായിരുന്നു. അവരത് പറഞ്ഞില്ല. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മതിയായ സുരക്ഷാ ക്രമം അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന പുഴ അപകട മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നോ സ്വിമ്മിങ് അറൗണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വനം വകുപ്പ് തന്നെയാണ്. പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിലായിരുന്നു അന്നത്തെ പ്രകൃതി പഠന ക്യാമ്പ് നടന്നത്. കൂടെ ഒരാളെ കൊണ്ടായിരുന്നു, പക്ഷേ അയാളന്ന് വേറെ ഡ്യൂട്ടിക്ക് പോയാണ്ട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ മാത്രം ഉത്തരവാദിത്തത്തിലായിരുന്നു പ്രകൃതി പഠന ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നീന്തൽ ഇല്ലാതിരുത്തും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ഈ പറയുന്ന കുട്ടികളെ പുഴയിൽ ഇറങ്ങാൻ അവർ അനുവദിച്ചു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളിലായിരുന്നു. ഈ പുഴയിൽ അപകട മേഖലയാണെന്നും മുമ്പ് പല മുങ്ങിമരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഈ പുഴയുടെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് ഇവരുമായിട്ട് പങ്കുവയ്ക്കാൻ അധ്യാപകരുമായിട്ട് പങ്കുവെച്ച് കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള കുറച്ചധികം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വീഴ്ച, അവർ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ആണ് ഈ പറയുന്ന 2 കുട്ടികൾ മുങ്ങിമരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന അന്വേഷണത്തിൽ വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്ക് ഈ പറയുന്ന ഈ 3 അധ്യാപകർക്കെതിരെയും ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ പറയുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ചാർജ് ഷീറ്റ് ഹാജരായി. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.